എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, എല്ലാ വീടിൻ്റെ ഇപ്പം ഏകദേശം എല്ലാ വീടിൻ്റെ ഔട്ട് സൈഡിൽ സ്റ്റെയർ പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വിശദീകരണ വീഡിയോ ആട്ടോ നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ സാധാരണ ചില വീടുകൾക്ക് ഇപ്പം സ്ഥലമില്ലാത്ത വീടായതുകൊണ്ട് മുകളിലൊരു ഏകദേശം ഒരു സെൻസൈഡും കൂടെ കൂട്ടി ഒരു 5 അടി ലാൻഡിങ്, ഇവിടെ 5 അടി ഇല്ല, 5 അടി ലാൻഡിങ് കൊടുക്കും. 5 അടി ലാൻഡിങ് കൊടുത്തിട്ട് സാധാരണ ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ സ്ഥലം ഉള്ളിടത്താണ് നമ്മൾ സെൻറ്ററിൽ ഒരു ലാൻഡിങ് കൊടുക്കും. ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഞങ്ങൾ ചെയ്യുന്ന സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മീറ്ററിൻ്റെ ഒരു പൈപ്പ്, അത് വേസ്റ്റ് വരാത്ത രീതിക്ക്, അതായത് 745 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 സൈഡിലും 4.25 ഇഞ്ച് പട്ട കൊടുത്ത് നമ്മൾ വെൽഡ് ചെയ്താണ് നമ്മൾ ഓരോ പടികളും ഉണ്ടാക്കുന്നത്. അങ്ങനെ 9 ഇഞ്ച് വീതി കൊടുക്കാറുണ്ട്, 10 ഇഞ്ച് വീതി കൊടുക്കാറുണ്ട്. സാധാരണ ഒരു 9 തൊട്ട് 10 ഇഞ്ച് വരെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പിൻ്റെയും വീതി കൊടുക്കാറുള്ളത്. നീളം അതായത് 75 അല്ലെങ്കിൽ 76 സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടാറുള്ളത്. അങ്ങനെ നമ്മൾ മൊത്തം ഹൈറ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 6 ഒരു 7 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെയുള്ള ആ ഗ്യാപ്പ്, അതായത് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ഗ്യാപ്പിലാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും തന്നെ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തേക്കണ ഒരു സൈറ്റാണ്. ഇവിടെ 7 ഇഞ്ചായിട്ട് നമ്മൾ കൊടുക്കുന്നത്. 7 ഇഞ്ച് കൊടുക്കുമ്പോൾ 19 സ്റ്റെപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9 ഇഞ്ച് വീതിയും 2.5 അടി നീളവും വെച്ചുള്ള സ്റ്റെപ്പാണ് അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ അങ്ങനെയാട്ടോ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എല്ലാം അടിയിൽ ഇത് കൊടുക്കും. പിന്നെ നമ്മൾ സെൻറ്ററിൽ ഒരു ലെഗ് ആട്ടോ നമ്മൾ സാധാരണ കൊടുക്കും. 2.5 ഇഞ്ചിൻ്റെ അവിടെ ഒരു സെൻറ്ററിൽ, അതായത് ഫുള്ള് സ്റ്റെപ്പിൻ്റെ സെൻറ്ററിൽ ഒരു ലെഗ് കൊടുക്കാറുണ്ട്. പിന്നെ മുകളിലത്തെ ലാൻഡിങ്ങിൻ്റെ സെൻറ്ററിലും താഴത്തോട്ട് ഒരു ലെഗ് കൊടുക്കും. പിന്നെ ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1.25 സ്ക്വയർ ട്യൂബ് കൊടുക്കാറുണ്ട്, 1.5 സ്ക്വയർ ട്യൂബ് കൊടുക്കാറുണ്ട്. മെയിൻ ലെഗും ടോപ്പ് റെയിലും ആട്ടോ പറഞ്ഞു 1.5 സ്ക്വയർ ട്യൂബ്. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ്. 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് ആണെങ്കിൽ തന്നെ നല്ല സ്ട്രോങ് ആണ്. പിന്നെ നമ്മൾ ഉള്ളിൽ 3/4 ഇഞ്ച് കൊടുക്കാറുണ്ട്, 1 ഇഞ്ച് കൊടുക്കാറുണ്ട്, 1 ലെയറും കൊടുക്കാറുണ്ട്, 2 ലെയറും കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ കൊടുത്തേക്കുന്നത് 2 ലെയർ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്റ്റെപ്പിൻ്റെ വീഡിയോകൾ വരുന്നത്. അപ്പം പലരും സംശയം ചോദിച്ചിട്ടുണ്ട്, ഏകദേശം എന്നാ കോസ്റ്റ് ആവും ഒരു സ്റ്റെപ്പിന് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്റ്റെപ്പിൻ്റെ ഏകദേശം ഒരു 20 രൂപയെ താഴെയുള്ള മെറ്റീരിയൽസാണ് ഇതേക്കൂട്ട് ഏത് സ്റ്റെപ്പിൻ്റെയും വരാറുള്ളൂ. പിന്നെ ലേബർ ഞാൻ പറയുന്നില്ല, പല സ്ഥലത്തും പല രീതിക്കാണല്ലോ ലേബർ. അപ്പോൾ ലേബർ പറഞ്ഞിട്ട് ഇത് പറയുന്നില്ല, ഏകദേശം ഒരു 20 രൂപ, 22, 20 ആ ഒരു റേഞ്ചിൽ വരും. നമ്മൾ അപ്പോളോടെ 16 ഗേജിൻ്റെ പൈപ്പ് ഇട്ട് ചെയ്താൽ. പിന്നെ നമ്മൾ പടികൾക്ക് വ്യത്യാസമുള്ളതിനനുസരിച്ച് റേറ്റും വരില്ല. നമ്മൾ 3/4 പടികളെല്ലാം കൊടുത്തേക്കണം. അതും 1 ഇഞ്ച് ഗ്യാപ്പ്, 9 ഇഞ്ച് വരുമ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കണം. പിന്നെ ലാൻഡിങ് ഇത് 5 അടി ലാൻഡിങ് ആകുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് നമ്മളും അതും 3/4 ഇഞ്ചിട്ട് ഇതേ സെയിം ഗ്യാപ്പ് തന്നെയാണ് അതിനും കൊടുത്തേക്കണം. അപ്പം പിന്നെ നമ്മൾ സാധാരണ ഞങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോക്സി പ്രൈമർ 2 കോട്ട് അടിക്കും. ഇത് കഴിഞ്ഞിട്ട് വീട്ടുകാർ ആവശ്യപ്പെടുകയാണെങ്കിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടുകാരുടെ അടുത്ത് പറയും. സാധാരണ വീട്ടുകാർ തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കണം. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഒരു ഇത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.